നമസ്കാരം. ഇത് കാലം കരുതി വെച്ച ഒരു മാറ്റമാണ്. ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപായി 3 രാശിയിൽ ജനിച്ച കുറച്ചു നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നല്ല പല മാറ്റങ്ങളും വന്നു ചേരാൻ പോകുന്നു. ജൂലൈ 26-ന് വലിയ രീതിയിലുള്ള ഒരു ഭാഗ്യമാണ് നിങ്ങളെ തേടിയെത്താൻ പോകുന്നത്. അതും 3 രാശിയിൽ ജനിച്ച കുറച്ചു നക്ഷത്രക്കാരെ. അതായത് വ്യാഴവും ശുക്രനും ഒരുമിച്ച് ജൂലൈ 26-ന് സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഗജലക്ഷ്മി രാജയോഗം എന്ന അത്യപൂർവ രാജയോഗം സൃഷ്ടിക്കപ്പെടും. ഇത് 3 രാശിക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ നൽകും. കൂടാതെ മഹാദേവന്റെ പൂർണ്ണ അനുഗ്രഹം കൂടെ ആവുമ്പോൾ ജീവിതത്തിൽ ശുഭകരമായ നിരവധി കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഉറപ്പിച്ചു പറയാം. ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് സാമ്പത്തിക നേട്ടം തന്നെയാണ്. അപ്രതീക്ഷിത ധന നേട്ടമുണ്ടാകും. ആഗ്രഹിച്ചിരുന്ന ജോലിക്കുള്ള നിയമനം അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും അനുകൂല നേട്ടങ്ങൾ വന്നു ചേരും. ഇനി ജീവിതം വഴിത്തിരിവിലേക്ക് എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. അത്രയേറെ അനുകൂലകരമായിട്ടാണ് 3 രാശിക്കാരെ ഗജലക്ഷ്മി രാജയോഗം അനുഗ്രഹിക്കാൻ പോകുന്നത്. എല്ലാവരും ഓം നമഃശിവായ എന്നൊന്ന് കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. നക്ഷത്രങ്ങൾ: മിഥുനം, മകയിരം, തിരുവാതിര, പുണർദം; കർക്കടകം, പുണർദം, പൂയം, ആയില്യം; ധനു, മൂലം, പൂരാടം, ഉത്രാടം.